അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പ്രസക്തമായ വിശിഷ്യ വർത്തമാനകാല സാഹചര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചരിത്രം പറയാം. ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലം. ഈജിപ്റ്റ് തൻ്റെ ഖിലാഫത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന പ്രദേശമാണ്. അക്കാലത്ത് ഈജിപ്തിലെ മുസ്ലിങ്ങളുടെ എണ്ണം, വിശ്വാസികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുകയും നിലവിൽ അവിടെയുള്ള പള്ളി എല്ലാവർക്കും ഒരുമിച്ച് കൂടി നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. സ്ഥലപരിമിതിയാണ് പ്രശ്നം. വിശ്വാസികൾ കൂടിയപ്പോൾ എല്ലാവർക്കും കൂടി അവിടെ ഒരുമിച്ച് കൂടി നിസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അങ്ങനെ പള്ളി വിപുലപ്പെടുത്താൻ, പള്ളി കുറച്ചുകൂടി വലിയ പള്ളി പണിയാൻ തീരുമാനമായി. ഈജിപ്തിലെ ഗവർണർ അതിനെക്കുറിച്ച് ആലോചിച്ചു. പള്ളി പൊളിക്കുക, പുതിയ പള്ളി നിർമ്മിക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തി. പള്ളിയുടെ തൊട്ടടുത്ത് ഒരു അമുസ്ലിം സ്ത്രീയാണ് താമസിക്കുന്നത്. ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊക്കെ ഗവൺമെൻറ് ഏറ്റെടുത്തു. പൈസ കൊടുത്തു, വില നിശ്ചയിച്ചു, അതിൻ്റെ പൈസ കൊടുത്തു. ഏറ്റെടുക്കുമ്പോൾ ഈ അമുസ്ലിം സ്ത്രീ മാത്രം അവിടെ നിന്ന് മാറാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവരോട് പലതവണ ആവശ്യപ്പെട്ടു. കാരണം ഇത് വളരെ അനിവാര്യമായ ഒരു സന്ദർഭമാണ്. ആ സ്ഥലം കൂടി കിട്ടിയെങ്കിൽ മാത്രമേ കൃത്യമായി പള്ളി അവിടെ പണിയാൻ സാധ്യമാവുകയുള്ളൂ. അവസാനം ഗവർണറുടെ പ്രതിനിധി നേരിട്ട് ഇടപെട്ടു, അവരോട് സംസാരിച്ചു. അവർ അവിടെ ആ വീട്ടിൽ നിന്ന് മാറാൻ കൂട്ടാക്കുന്നില്ല. അവസാനം ഗവൺമെൻറ് നിർബന്ധ ബുദ്ധിയ അവരവിടെ നിന്ന് നീക്കുകയാണ്. അവരുടെ സ്ഥലം അടന്നു, അതിൻ്റെ പൈസ വില നിശ്ചയിച്ചു. ആ വില ഖജനാവിൽ നിക്ഷേപിച്ചു. എപ്പോൾ അവരാവശ്യപ്പെടുന്നുവോ അപ്പോൾ അത് തിരികെ കൊടുക്കാം, അപ്പോൾ അത് കൊടുക്കാം എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെച്ചൊരു ഉപാധി. എന്നിട്ട് മറ്റൊരു വീട് നിർമ്മിക്കുകയും ആ മുസ്ലിം സഹോദരിയെ ആ വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പള്ളിയുടെ പണി തുടങ്ങി. പണി പൂർത്തിയായി. വിശ്വാസികൾ അവിടെ പ്രാർത്ഥനാ കാര്യങ്ങൾ, നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഈ അമുസ്ലിം സഹോദരിയുടെ വീട്ടിലേക്ക് ഒരു ബന്ധു വരുന്നുണ്ട്. ബന്ധു വരുമ്പോൾ അവർ വല്ലാത്ത അസ്വസ്ഥതയാണ്. മാനസികമായി തളർന്നിട്ടുണ്ട്. മുഖത്ത് പഴയ ഒരു പ്രസന്നതയൊന്നും കാണുന്നില്ല. അവരോട് കാര്യം ചോദിച്ചു. അതിഥിയായി വന്ന അവരുടെ ബന്ധു, എന്തേ നിങ്ങളുടെ മുഖത്ത് ഒരു പ്രസന്നതയില്ല, മുമ്പ് കാണുന്ന ഒരു സന്തോഷമൊന്നും നിങ്ങളുടെ മുഖത്ത് കാണുന്നില്ലല്ലോ എന്ന് അതിഥിയായി വന്ന അവരുടെ ബന്ധു ആ സഹോദരിയോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, ഇതിനു മുമ്പ് ഞാൻ താമസിച്ചിരുന്ന വീട്ടിലായിരുന്നു എന്നിൽ നിന്നും മരണപ്പെട്ടു പോയ എൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ മകൻ, ഇവരെ 3 പേരെയും മറമാടിയത് ഞാൻ താമസിച്ചിരുന്ന ആ വീട്ടുവളപ്പിലാണ്. അവരുടെ ഒരു ആത്മീയമായ സാന്നിധ്യം അന്ന് എനിക്ക് തോന്നിയിരുന്നു. അവരെന്നിൽ നിന്നും മറഞ്ഞു പോയിരുന്നുവെങ്കിലും ഞാൻ താമസിക്കുന്ന ആ വീടിൻ്റെ ചാരത്തന്നെ അവർ മറമാടിയിരുന്നത് കൊണ്ട് അവരുടെ ഒരു ആത്മീയ സാന്നിധ്യം എനിക്കന്ന് അനുഭവപ്പെടുമായിരുന്നു. ഇപ്പോൾ ആ വീട് പൊളിച്ചു മാറ്റി അവിടെ പള്ളി പണിതിട്ടുണ്ട് ബലപ്രയോഗത്തിലൂടെ. ഈ പുതിയ വീട് എത്ര മനോഹരമാണെങ്കിലും എത്ര വലുതാണെങ്കിലും എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ വല്ലാതെ മനോവേദന അനുഭവിക്കുന്നു എന്ന് ആ സഹോദരി പറഞ്ഞു. അപ്പോൾ അതിഥിയായി വന്ന മനുഷ്യനത് കേട്ട് ആ സഹോദരിയോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഖലീഫ ഉമറിനോട് നിങ്ങളുടെ പരാതി ഒന്ന് പറഞ്ഞു നോക്കൂ. അങ്ങനെ അവർ തൻ്റെ ബന്ധുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഖലീഫ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ച് പരാതി ബോധിപ്പിച്ചു. അങ്ങനെ പരാതി ബോധിപ്പിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു സാഗൂതം വളരെ ശ്രദ്ധിച്ച് ഇതെല്ലാം ഇങ്ങനെ കേട്ടിരുന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈജിപ്തിലെ പ്രതിനിധിയെ ഗവർണറെ വിളിപ്പിച്ചിട്ട് ഈ സ്ത്രീയുടെ പരാതിയിൽ കഴമ്പുണ്ടോ, ഈ പറഞ്ഞത് വസ്തുതയാണോ എന്ന് അന്വേഷിച്ചപ്പോൾ ഗവർണർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ മുസ്ലിം സഹോദരി പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതല്ലാതെ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം വിശ്വാസികളുടെ എണ്ണം ഗണ്യമായി കൂടിയപ്പോൾ പള്ളി വിപുലപ്പെടുത്തൽ അനിവാര്യമായി വന്നൊരു സന്ദർഭത്തിലാണ് ഞങ്ങൾ ആ സഹോദരിയുടെ വീട് പൊളിച്ചത്.
അവരുടെ സ്ഥലത്തിന് വില നിശ്ചയിച്ച് ഖജനാവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അവരെപ്പോൾ ആവശ്യപ്പെട്ടാലും ആ പണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മാത്രമല്ല അവർക്ക് മറ്റൊരു വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുമുണ്ട്. കാര്യങ്ങളെല്ലാം ഈജിപ്തിലെ ഗവർണർ ഖലീഫയെ ബോധിപ്പിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് അല്പനേരം മിണ്ടാതിരുന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിധി പ്രഖ്യാപിച്ചു. പള്ളി പൊളിക്കണം, ആ മുസ്ലിം സ്ത്രീയുടെ വീട് അതേ സ്ഥലത്ത് നിർമ്മിച്ചു കൊടുക്കണം. മറ്റൊരാളിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ എടുക്കുന്ന സ്ഥലത്ത്, അദ്ദേഹത്തിൻ്റെ മനസ്സ് നോവുന്നിടത്ത് ഒരിക്കലും അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് പള്ളി പൊളിക്കണം, അവിടെ ആ സഹോദരിക്ക് വീട് വീണ്ടും പുനർനിർമ്മിച്ചു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വിധി പ്രഖ്യാപിക്കുകയാണ്. വളരെ വലിയ ഒരു പാഠമാണ്. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം. ഈ ഇസ്ലാമിൻ്റെ മാനുഷിക മൂല്യങ്ങളും മതമൂല്യങ്ങളും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഈ ഒരു കാലത്ത് ഇങ്ങനെയുള്ള ചരിത്രങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാൻ നമുക്കത് കഴിയുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.